ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു മധുര പലഹാരമാണ്. ഇതിനെ ഞാൻ കപ്പ പുട്ടെന്ന് വിളിക്കാം, അല്ലെങ്കിൽ കപ്പ കൊണ്ടുള്ള അപ്പം എന്നും പറയാം. ഇത് നല്ല മധുരമുള്ള ഒരു പലഹാരമാണ്. ഇത് 4 മണി സമയത്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കപ്പ കൊണ്ടൊരു ബോണ്ട ഉണ്ടാക്കിയിരുന്നു. അതെന്ന് വെച്ചാൽ ഇച്ചിരി എരിവുള്ള പലഹാരമായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മധുരവും തേങ്ങയൊക്കെ ചേർത്ത്, നല്ല ശർക്കരയൊക്കെ ചേർത്ത് നല്ല മധുരമുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പം നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇനി നമുക്ക് ഈ കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഗ്ലാസ് കപ്പ ചുരണ്ടിയതാണ്. നമ്മൾ ഈ സ്ക്രേപ്പറിലിട്ട് പച്ചക്കപ്പ ഉരച്ചെടുത്താണിത്. അതിന് പിന്നെ വേണ്ടത് 4 ഗ്ലാസ് കപ്പയ്ക്ക് 2 ഗ്ലാസ് തേങ്ങ വേണം. പിന്നെ മധുരത്തിന് ശർക്കര അവനവരുടെ ഇഷ്ടത്തിന്. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ശർക്കര ചേർക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും. പിന്നെ ഇതുമേ പുരട്ടാനായിട്ട് അല്പം നെയ്യ്. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ മധുരം ഉള്ള കപ്പപ്പുട്ട് റെഡിയാവും. ഈ കപ്പയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പച്ചക്കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കറിൽ ഈ കുറ്റിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിനകത്ത് സ്വല്പം നെയ്മയം പുരട്ടിയിട്ട് അതിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിലാണെങ്കിലും കോരിയിട്ടുണ്ടാക്കാം. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടിൻ്റെ ആകൃതിയിലാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്മയം പുരട്ടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് നല്ല അപ്പം പോലെ എടുത്തിട്ട് തണുക്കുമ്പോൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് ഈ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും അവരവരുടെ ഇഷ്ടത്തിന് ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കാം. പക്ഷേ അടിയിൽ നെയ്മയം പുരട്ടിയില്ലെങ്കിൽ കപ്പയല്ലേ, അടിയിൽ ഇപ്പോൾ ചിലപ്പോൾ പിടിച്ചിരിക്കും. അതുകൊണ്ട് നെയ്യ് പുരട്ടിയിട്ടെടുത്താൽ നമുക്ക് തണുക്കുമ്പോൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം.